ഒന്നും രണ്ടും. സാംസ് 62 വേഴ്സ് 1 and 2, 62-ാമത്തെ സങ്കീർത്തനം 1-2 ഇങ്ങനെ വായിക്കുന്നു. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. സ്തോത്രം. ഹാലേലൂയ. മറ്റൊരു വേർഷനില് ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്: ദൈവത്തിൽ മാത്രമാണ് എന്റെ ആശ്രയം, ആശ്വാസം. അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എന്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞൊരു വേദഭാഗത്തെ ചിന്തിച്ചത്. യെശയ്യാ 30:15 കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അത് ദൈവം പരിശുദ്ധനായ കർത്താവ് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ, നിങ്ങൾക്ക് മനസ്സില്ല ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്രമിക്കാനും അല്ലെങ്കിൽ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാനും. കാരണം അതാണ് നമുക്ക് ബലം തരുന്നതെന്ന് മനസ്സിലാകാതെ നമ്മൾ നമ്മുടേതായ എഫേർട്ടുകൾ, സില്ലി ആയിട്ടുള്ള എഫേർട്ടുകൾ നമ്മൾ ഇടുമ്പോൾ ദൈവം അത് പ്രസാദിക്കുന്നില്ല. ദൈവത്തിന് അത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്ന് പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം വായിക്കാനിടയിൽ. ഇവിടെ ഈ സംഗീതം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിലെ പറയുന്ന കാര്യം, എന്റെ ഉള്ളം, മൈ സോൾ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. ദൈവം തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ റോക്ക്, അല്ലെങ്കിൽ ഞാൻ ആശ്രയിക്കുന്ന ദൈവം ഒരു പാറയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് മൂവ് ചെയ്യുന്നൊരു വസ്തുവല്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്റെ ഡിഫൻസ്, ശത്രുവിന്റെ ആക്രമണങ്ങൾ എനിക്ക് നേരെ വരുമ്പോൾ, തീയമ്പുകൾ പോലെയൊക്കെയും അല്ലെങ്കിൽ തീച്ചൂള പോലെയൊക്കെയുള്ള ആക്രമണങ്ങൾ എനിക്ക് നേരെ വരുമ്പോൾ എന്റെ ഡിഫൻസ് എന്ന് പറയുന്നത്, സ്തോത്രം, എന്റെ മുമ്പിൽ ഡിഫൻസ് ആയിട്ട്, പ്രതിരോധത്തിനായിട്ട് ഞാൻ നിർത്തുന്നത് എന്റെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഗോപുരം അവന്റെ. ഗോപുരത്തിന്റെ സ്പെഷ്യാലിറ്റി നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പം ഈ 3 കാര്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്വാസം പ്രാപിക്കുന്ന ഒരു ദാവീദിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ സങ്കീർത്തനം താഴോട്ട് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും ദാവീദ് ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. സ്തോത്രം. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. സ്തോത്രം. 5-ാമത്തെ വാക്യം, എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരും. വീണ്ടും പറയണം, അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാണ്. എന്റെ ഗോപുരം ഉണ്ട്, ഞാൻ കുലുങ്ങുകയില്ല. എന്നെ കുലുക്കാനായിട്ട് ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ, എന്നെ കുലുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടാകാം. പക്ഷെ അപ്പോഴും ഞാൻ നോക്കുന്നത് എന്റെ ദൈവത്തിലായതുകൊണ്ട്, ദൈവത്തിന്റെ പ്രോമിസിനോട്ട് ഞാൻ നോക്കുന്നത് കൊണ്ട് അതൊന്നും എന്നെ കുലുക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതൊന്നും എന്നെ മൂവ് ചെയ്യിക്കത്തില്ല. കാരണം ഞാനൊരു മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ, ഒരു മനുഷ്യരെ ചേസ് ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ, എന്റെ പ്രയാസങ്ങൾ എന്നതൊക്കെയാണെങ്കിലും ഞാൻ അങ്ങനെ എന്താ പറയാ ഭയങ്കര വിളിച്ചു പോയി ശബ്ദമുണ്ടാക്കി ഞാൻ നടക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സോളിനെ ശാന്തമാക്കി, ഹല്ലേലൂയ, അതിന് റെസ്റ്റ് ചെയ്യാനെന്ന് വെച്ചാൽ അതിനെ മൗനമാക്കിയിട്ട് ദൈവത്തിലോട്ടാണ് ഞാൻ നോക്കുന്നത്. സ്തോത്രം. ഒരു സ്ട്രോങ് ആയിട്ടൊരു ബിലീവറിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും. ഹല്ലേലൂയ. കാരണം സാഹചര്യങ്ങളുടെ പുറകെ ഓടേണ്ട ആവശ്യമില്ല, മനുഷ്യരെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യങ്ങളില്ല. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധികൾ ആ വിശ്വാസിയെ കുലുക്കത്തില്ല. സ്തോത്രം. ശത്രുവിന് ഏറ്റവും ഭയമുള്ള കാര്യം ഇത് കേട്ടോ. സ്തോത്രം. ഒരു പ്രയാസം വരുമ്പോഴത്തേക്ക് നമ്മള് എന്താ പറയാ നിലവിളിച്ച് ബഹളം വെച്ച് കഴിഞ്ഞ ദിവസം ചിരിച്ച ശിശുമാര് കരഞ്ഞതുപോലെ, കർത്താവേ അങ്ങയൊന്നും കാണുന്നില്ലേ, ഞാൻ കടന്നു പോകുന്ന ആർക്കും ഇല്ലാത്ത അവസ്ഥയുള്ള കർത്താവേ എനിക്ക്, ഹല്ലേലൂയ, എന്റെ ജീവിതം പോലെ ആർക്കും ഇല്ലല്ലോ കർത്താവേ, ജനിച്ച് അന്ന് മുതൽ എനിക്ക് ഇങ്ങനെയാണല്ലോ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങ് നിലവിളിച്ച് സ്ട്രെസ്ഡ് ആയിട്ട് ഭയങ്കരമായിട്ട് നിലവിളിച്ച് ഇങ്ങനെ അങ്ങ് വരുമ്പോഴത്തേക്ക് ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരാള് അപ്പുറത്ത് നിൽപ്പുണ്ട്. ആൾക്ക് വേണ്ടത് ഇതാണ്. പക്ഷെ കർത്താവ് അപ്പം അവിടെ ഇരുന്ന് സത്യം നമ്മളെയൊക്കെ ഓർത്ത് വിഷമിക്കായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഏറ്റവും വലിയ പാറയാകുന്ന ആ രക്ഷയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിട്ട് കർത്താവ് നമ്മളെ കൈവിടത്തില്ല. സ്തോത്രം. അപ്പോൾ ആ തിരിച്ചറിവ്, ആ കൺവിക്ഷൻ നമുക്കില്ലാതെ വരുമ്പോഴാണ് നമ്മൾ കിടന്നുകൊണ്ട്
നിലവിളിക്കുകയും കൈകാലിട്ടടിക്കുകയും അയ്യോ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, ഹലോ എൻ്റെ കുടുംബത്തെ ആര് രക്ഷിക്കും, ഹലോ വലിയ പ്രതിസന്ധിയിൽ ഞാൻ പെട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഫെയ്ത്ത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും കർത്താവിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രകടനങ്ങൾക്കൊന്നും നമുക്ക് സമയം ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞിരിക്കാം, അവനൊരു കുലുക്കവും ഇല്ലല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കുലുക്കാൻ ആൾക്കാരുണ്ടാകും. പക്ഷെ നമ്മൾ അപ്പോഴും കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയം കൊടുക്കുന്നെങ്കിൽ സ്തോത്രം. നമുക്കിപ്പോ ഒരു വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ വഴി പറഞ്ഞു തരാൻ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലേ, സ്തോത്രം. പക്ഷെ ദൈവത്തിൽ ആശ്രയമുള്ളവർ ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമില്ല. കാരണം ദൈവമാണ് ആശ്രയമെങ്കിൽ ആ പൂർണ്ണ ട്രസ്റ്റ് ദൈവത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മുന്നോട്ടുള്ള വഴികൾ, നമ്മുടെ ഭാവികൾ, നമ്മുടെ കുടുംബത്തിന്റെ ഭാവി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാം കർത്താവിന്റെ കരത്തിൽ സേഫാണ്. നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. കാരണം ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ സോൾ, നമ്മുടെ എന്താ പറയാ സ്തോത്രം, ഉള്ളം നമ്മൾ ശാന്തമായിട്ടിരിക്കാൻ ദൈവം സഹായിക്കും. അത് ദൈവപ്രവൃത്തിയെ കൂടുതൽ നമ്മളിലോട്ട് കൊണ്ടുവരാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതല്ലാതെ വരുമ്പോൾ നമ്മൾ കിടന്ന് എടുത്ത് ചാടി നമ്മൾ ഒത്തിരി ഭാരപ്പെട്ട് ഒത്തിരി നിലവിളിച്ചൊക്കെ നമ്മൾ പലതിലോട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ ദൈവത്തിന്റെ വഴികൾ നമ്മൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ദൈവം അറിയാതെ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിന്റെ പിന്നിലും ദൈവത്തിന് പദ്ധതികളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പൊ അങ്ങ് നമ്മള് വെള്ളത്തിലോട്ട് ചാടുമെന്നൊക്കെ, പക്ഷെ ആ ചാടാന്നിരിക്കുന്ന ആ മൊമെന്റിലായിരിക്കും ദൈവത്തിന്റെ കരം നമ്മളെ താങ്ങിയെടുത്ത് ദൂരെ എറിയുന്നു, മാറ്റുന്നത്, രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അവിടം വരെ നമ്മൾ ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അത് പൂർണ്ണ വിശ്വാസം എന്ന് പറയുന്നത്. ദാവീദ് തന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് എന്നാ പറയുന്നത്. ചുമ്മാതെ പറയുന്ന ഒരു കാര്യമല്ല ദാവീദ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചാഞ്ഞു മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിടത്തോളം അവൻ ആക്രമിക്കും. അല്ലെങ്കിൽ മനുഷ്യരുടെ ഉള്ളം, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം. മനുഷ്യരൊക്കെ വാഗൊണ്ട് അവർ അനുഗ്രഹിക്കും, ഉള്ളം കൊണ്ട് ശപിക്കും. പലപ്പോഴും നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ ഒരു കാര്യമായത്, സ്തോത്രം. നമ്മുടെയൊക്കെ വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ വാഗൊണ്ട് അനുഗ്രഹിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഉള്ളം കൊണ്ട് അവന്റെ കയ്യിലിരിപ്പ് വേണ്ട, അല്ലെങ്കിൽ അവനത് വേണം എന്നൊക്കെ നമ്മുടെ സാഹചര്യങ്ങളെ പറ്റി അതാണ് മനുഷ്യരെന്ന് പറയുന്നത്. അവർ കുറ്റമല്ല, ഹല്ലേലൂയ, അവർ ദൈവമല്ലാത്തത് കൊണ്ടാകട്ടെ. പക്ഷെ കർത്താവ് അതല്ല. നമ്മുടെ സാഹചര്യത്തിൽ ഈവൻ ഇഫ് നമ്മൾ തെറ്റുകാരാണെങ്കിൽ പോലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഡിഫൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം മൂവ് ചെയ്യപ്പെടുന്നില്ല. സ്തോത്രത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഒരിക്കലും മൂവ് ചെയ്യപ്പെടും. നമ്മളെ നോക്കി ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ എന്നും യെസ് തന്നെയാണ് കർത്താവിന്റെ കരുത്തിൽ. അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും നോക്കാനും ആശ്രയിപ്പാനും ഉള്ളത് കർത്താവ്. നമ്മളിങ്ങനെ ചെയ്യും. നമ്മുടെ ബലം വരുന്നത് കർത്താവിൽ നിന്ന് മാത്രമാണ്. എനിക്ക് ബലം തരുന്നത്, എനിക്ക് ശക്തി തരുന്നത് എൻ്റെ ദൈവം മാത്രം എന്നുള്ള ആശ്രയം നമുക്കുണ്ടെങ്കിൽ ഏത് സമയത്തും കർത്താവിനെ ആശ്രയിപ്പാനും കർത്താവിന്റെ മുഖത്തോട്ട് മാത്രം നോക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമ്മളായിട്ട് എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ സില്ലി എഫേർട്സ് ദൈവ പദ്ധതിയെ നമ്മളിലോട്ട് കൊണ്ടുവരാനുണ്ടെങ്കിൽ അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട്, അതിനെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനും കർത്താവിന്റെ മുഖത്തോട്ട് നോക്കുവാനും ദൈവത്തിനെ പോയിരിക്കുവാനും ആശ്വാസവും ബലവും പ്രാപിക്കുവാനും, അല്ലാതെ നമ്മൾ ആശ്വാസം കാണുന്ന വഴികളെല്ലാം അതെല്ലാം ഫേക്കാന്ന് മനസ്സിലാക്കിയിട്ട് പൂർണ്ണ ആശ്രയത്തോടെ കർത്താവിൽ കടന്നു വരും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ എവിടെയെങ്കിലൊക്കെ അശാന്തമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം പടപട അടിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലോട്ട് കൊടുത്താൽ ദൈവത്തിനെ ശാന്തമാക്കി തരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോങ്ങസ്റ്റ് ബിലീവർ എന്ന് പറയുന്നത് ഏറ്റവും ശാന്തമായിട്ടിരിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസിയാണ്. ഹല്ലേലൂയ. ഏറ്റവും ശക്തനായ വിശ്വാസി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുക, ദൈവത്തിന്റെ ബലം ഏറ്റെടുക്കുവാൻ കഴിയേണ്ടത്. ആ ബലത്തെ നമ്മൾ വഹിക്കുമ്പോൾ നമ്മൾ ബലമുള്ളവരായി മാറും. നമ്മുടെ ഹല്ലേലൂയ വീക്കായിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ ബലപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുമ്പോൾ സ്തോത്രം, നമ്മൾ അറിയാത്ത നിലവാരത്തിൽ ആ സാന്നിധ്യം നമ്മളെ നടത്തും. ആ സാന്നിധ്യം നമുക്ക് ബുദ്ധി ഉപദേശിക്കും. ആ സാന്നിധ്യം നമുക്ക് വഴികളെ കാണിച്ചു തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം പൂർണ്ണമായും കർത്താവിനെ ആശ്രയിപ്പാനും ദൈവത്തിൽ ചാരുവാനും അവിടുന്ന് മാത്രമാണ് നമ്മുടെ ബലമെന്ന് വിശ്വസിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളാൽ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കും.